മുഗ്ര ഫ്രണ്ട്സ് ക്ലബിന്റെ ദശവാർഷികത്തോടനുബന്ധിച്ചുള്ള ശേഷിക്കുന്ന പരിപാടിയെ സംബന്ധിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് നൽകുന്നത്. ഫുട്ബോൾ ടൂർണമെന്റ് ഫൈനൽ മത്സരം 30 ഈ മാസം 30 ചൊവ്വാഴ്ച മുഗ്ര സ്കൂൾ ഗ്രൗണ്ടിൽ നടക്കും. ഫുട്ബോൾ മത്സരം തുടങ്ങിക്കഴിഞ്ഞ് വളരെ ആവേശപൂർവ്വമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല ആവേശകരമായ മത്സരമാണ്. കാണികളുടെ നല്ല പങ്കാളിത്തവും അതുപോലെ തന്നെ നാട്ടുകാരുടെ സഹകരണമൊക്കെ ഇതിൽ ഉണ്ടായിട്ടുണ്ട്. 30-ാം തീയതി ചൊവ്വാഴ്ചയാണ് പിന്നെ സമാപന ഫൈനൽ മത്സരമുള്ളത്. അതോടൊപ്പം തന്നെ ഈ നമ്മുടെ ദശവാർഷികത്തിന്റെ ഭാഗമായിട്ടുള്ള ഗ്രാൻഡ് ഫംഗ്ഷന്റെ അതിന്റെ സമാപന പരിപാടി ഡിസംബർ 3 ആണ് മുഗ്ര ഹൈസ്കൂൾ ഗ്രൗണ്ട് നടക്കുന്നത്. അത് നേരത്തെ 30 ഉദ്ദേശിച്ചതാണ്. അത് പിന്നെ കാലാവസ്ഥയും മറ്റു സാങ്കേതികമായ തടസ്സം കൊണ്ട് 3 ദിവസം മാറ്റി ഡിസംബർ 3 വൈകുന്നേരം മുഗ്ര സ്കൂൾ ഗ്രൗണ്ടിൽ വെച്ചാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. അന്യ ദിവസം തന്നെയാണ് അവാർഡ് ദാന ചടങ്ങൊക്കെ വരുന്നത്. പ്രമുഖ വ്യക്തികളൊക്കെ ആ ചടങ്ങിൽ സംബന്ധിക്കുന്നുണ്ട്. കേന്ദ്രമന്ത്രി അടക്കമുള്ള ആളുകളുടെ സാന്നിധ്യമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാര്യത്തെക്കുറിച്ച് വിശദമായിട്ട് 1-ാം തീയതി ഒരു പ്രസ് കോൺഫറൻസിലൂടെ വീണ്ടും അറിയിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. പ്രവാസി പ്രതിഭാ പുരസ്കാര സമർപ്പണമാണ് മുഖ്യമായിട്ട് അതിലുള്ളത്. അത് ദുബൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന 3 പ്രമുഖ വ്യക്തികളെയാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. KM അബ്ബാസ്, പത്രപ്രവർത്തന രംഗത്ത് UAE മികച്ച പ്രവർത്തനം കാഴ്ചവെക്കുന്ന KM അബ്ബാസ്, അദ്ദേഹം കുമ്പള ആരിക്കാട് സ്വദേശിയാണ്. അതോടൊപ്പം തന്നെ KM അബ്ദുള്ള, മുഗ്ര സ്വദേശിയാണ്. പൊതുപ്രവർത്തന രംഗത്ത് നിസ്വാർത്ഥമായ സേവനം നടത്തിവരുന്ന അദ്ദേഹം മുഗ്രാലിന്റെ ഒരു അഭിമാന താരമായി തന്നെയാണ് നാം കാണുന്നത്. അദ്ദേഹത്തെ ആദരിക്കുന്നതോടെ നമ്മൾ മുഗ്രാലിന്റെയും അതുപോലെ കുമ്പള പഞ്ചായത്തിന്റെയും ഒക്കെ ഒരു ആദരവാണ് അദ്ദേഹത്തിന് നൽകാൻ പോകുന്നത്. അതോടൊപ്പം തന്നെ VF അഹമ്മദ് റാഫി, ഗ്രിഡ്സം എഡ്യൂക്കേഷനിലൂടെ ദുബൈയിലും അതുപോലെ തന്നെ ഇതര രാജ്യങ്ങളൊക്കെ ഗൾഫ് മിഡിൽ ഈസ്റ്റിലൊക്കെ നല്ല പേരോട്ടമുള്ള എഡ്യൂക്കേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന VF മുഹമ്മദ് റാഫി കുമ്പള കുണ്ടങ്ങാരടക്ക സ്വദേശിയാണ്. അഡ്വക്കേറ്റ് BF അബ്ദുറഹ്മാന്റെ സഹോദരൻ കൂടിയാണ് അദ്ദേഹം. ഇവർക്ക് നൽകുന്ന പുരസ്കാരത്തോടൊപ്പം മുഗ്രാലിലെ അഭിമാനമായി നിൽക്കുന്ന 8 പേരെ കൂടി ഞങ്ങൾ ആദരിക്കുകയാണ്. മുഗ്രാൽ അഭിമാന പുരസ്കാരം എന്ന പേരിൽ നിൽക്കൊണ്ട് അത് ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് ഷെരീഫ് റിവാർഡ് കാർ റാലിയുടെ മുഗ്രാലിന്റെ SS ഉയർത്തിപ്പിടിക്കുകയും ഇന്ത്യക്കകത്തും പുറത്തും മുഗ്രാലിന്റെ പേരും പെരുമയും പ്രശസ്തിയും ആർജിച്ചുകൊണ്ടിരിക്കുന്ന ഷെരീഫ് റിവാർഡിന് ഈ മുഗ്രാൽ അഭിമാന പുരസ്കാരം നൽകുന്നതോട് ഞങ്ങൾ വളരെ സംതൃപ്തരാണ്. അതോടൊപ്പം തന്നെ മുഗ്രാൽ ജീൻസ് ഇറക്കിക്കൊണ്ട് ഒരു നാടിന്റെ നാമധേയം തന്നെ പുറം നാട്ടിലേക്ക് എത്തിച്ച JM അഷ്റഫ്, അദ്ദേഹം ദുബൈയിൽ മുഗ്രാൽ ജീൻസിലൂടെ എത്തിച്ച അദ്ദേഹത്തെ നമ്മൾ ആദരിക്കുന്നുണ്ട്. പിന്നെ മുഗ്രാലിൽ ഏറ്റവും പ്രധാനമായിട്ട് MK അബ്ദുള്ള, വിശൽ ഗ്രാമം വിളിക്കുന്നു എന്ന ഒരു ഗ്രാമീണ സൗന്ദര്യം ഒപ്പിയെടുത്തുകൊണ്ട് മുഗ്രാലിന്റെ ഏറ്റവും കൂടുതലായി നന്നായി കൊണ്ടുപോയ ഒരു പ്രശസ്തിയിലേക്ക് എത്തിച്ച MK അബ്ദുള്ള, ഡോക്യുമെന്ററികൾ എത്തിച്ച MK അബ്ദുള്ള. പിന്നെ ഫുട്ബോൾ മേഖലയിൽ കഴിഞ്ഞ 10-60 വർഷക്കാലമായിക്കൊണ്ട് സമഗ്രമായ സംഭാവന നൽകിക്കൊണ്ട് ഒരു നിറസാന്നിധ്യമായി നിൽക്കുന്ന മുഹമ്മദ് കുത്തിരിപ്പ്, അദ്ദേഹത്തെ മുഗ്രാലിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെ ആദരിക്കപ്പെടുകയാണ്. ദ്രോണാചാര്യൻ എന്ന് വേണം വിശേഷിപ്പിക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. പിന്നെ കൂടാതെ HA ഖാലിദ്, ഫുട്ബോൾ മേഖലയ്ക്ക് ചെറിയ പ്രായത്തിൽ തന്നെ വളരെ നല്ല രീതിയിൽ എത്തിയ മുഗ്രാലിന്റെ അഭിമാനമായ HA ഖാലിദ്, അദ്ദേഹത്തെയും കൂടി ഈ മുഗ്രാൽ അഭിമാന പുരസ്കാരത്തിന് അർഹനായിട്ടുണ്ട്. കൂടാതെ MS മുഹമ്മദ് കുഞ്ഞി, നീന്തൽ പരിശീലനം കഴിഞ്ഞ 10-20 വർഷക്കാലമായിക്കൊണ്ട് 1000-ഓളം കുട്ടികൾ മുഗ്രാലിലെ കണ്ടത്തിൽ പള്ളി കുളത്തിൽ അദ്ദേഹം പരിശീലനം നൽകുന്നു. എല്ലാ വർഷവും നിരവധി കുട്ടികളെ നീന്തൽ പരിശീലന രംഗത്ത് പരിശീലിപ്പിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന MS മുഹമ്മദ് കുഞ്ഞി, അദ്ദേഹം വേറിട്ട ഒരു കാഴ്ചപ്പാടിലൂടെ കൊണ്ടുപോകുന്നത്. കാരണം മറ്റുള്ളവർ ചെയ്യാത്ത ഒരു മേഖലയിൽ കണ്ടെടുത്തിക്കൊണ്ട് ആളുകളെ പരിശീലിപ്പിക്കുന്ന സൗജന്യമായിക്കൊണ്ട് പരിശീലിപ്പിക്കുന്നു. അത് ഏറ്റവും കൂടുതലായി നിൽക്കുന്ന പാട്ടിന്റെയും കളിയുടെയും മേഖലയിൽ എത്തിക്കഴിഞ്ഞാൽ മുഗ്രാലിൽ രണ്ടാമത് നിൽക്കുന്ന ഗാനമേള രംഗത്തെ ശാഖയിൽ നിൽക്കുന്ന 2 വ്യക്തികളുണ്ട്. ആരിസ് കൊപ്പളം, ഒരുപക്ഷെ മുഗ്രാലിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനപൂർവ്വമായി നിൽക്കുന്ന അമൃത TVയിലൂടെ സൂപ്പർ ഡ്യൂപ്പിലും അതുപോലെ തന്നെ മറ്റു TV ചാനലുകളിലൂടെ വന്ന ആരിസ്, അദ്ദേഹം ഇന്ന് അമൃത TVയുടെ സൂപ്പർ ഡ്യൂപ്പ് പരിപാടിയുടെ ഫൈനലിസ്റ്റ് ആയി എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തെ ഈ മുഗ്രാൽ അഭിമാന പുരസ്കാരം സമർപ്പിക്കുന്നവരുമുണ്ട്. അതോടൊപ്പം തന്നെ TVS ഷഹബാസ്, TVF പകർത്തിശായുടെ സഹോദരപുത്രനാണ് അദ്ദേഹം. TV ഖാദറിന്റെ മകൻ, മുഗ്രാൽ ജന്മം കൊണ്ട് മുഗ്രാൽ സ്വദേശിയായും ഇപ്പോൾ കർമ്മരംഗത്ത് മംഗലാപുരത്താണെങ്കിൽ പോലും മുഗ്രാലിന്റെ പേരോട്ടമുള്ള TVF മുഗ്രാലിന്റെ സഹോദരനായ TV ഖാദറിന്റെ മകനും ആയ TVS ഷഹബാസ്, അദ്ദേഹം കൈരളി ചാനലിന്റെ ഗന്ധർവ സംഗീത പരിപാടിയുടെ 2009 സെമി ഫൈനലിസ്റ്റാണ്. അദ്ദേഹത്തെയും ഈ പരിപാടി മുഗ്രാലിന്റെ നാട്ടുകാർക്ക് വേണ്ടി ഈ അഭിമാന പുരസ്കാരം സമർപ്പിക്കും. ഷെരീഫ് റിവാർഡിന്റെ ട്രോഫി പ്രദർശനം 29-ാം തീയതിയാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന്റെ അസൗകര്യം ഇപ്പോഴുണ്ട്. അദ്ദേഹം റാലിയുമായി ബന്ധപ്പെട്ട തിരക്കിലാണ്. കർണാടകയിൽ ഒരു റാലിക്ക് 1-ാം തീയതി പോകുന്നുണ്ട്. അത് സംസാരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഷെരീഫിന്റെ ട്രോഫി പ്രദർശനം കൂടി മുഗ്രാലിനെ കാഴ്ചവെക്കുന്നതോടെ നമ്മുടെ പരിപാടിയുടെ
മൊത്തത്തിലുള്ള 10ാം വാർഷികത്തിന്റെ പ്രതീകമായി നിൽക്കുന്ന 10 പരിപാടിയുടെ പൂർണ്ണമാകും എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഏറ്റവും തിരക്കുള്ള ദിവസങ്ങളാണ് ഇനി വരുന്ന ഒരാഴ്ച ഏറ്റവും തിരക്കേറിയ ദിവസവും അതോടൊപ്പം കലാപരിപാടികളിൽ ഏറ്റവും പ്രധാനമായിട്ട് നിൽക്കുന്നത് താജുദ്ദീൻ വടകരയാണ്. അതോടൊപ്പം തന്നെ പട്ടോളുമ ഫെയിം സാബിറ, കലാഭവന്റെ ഒരാൾ തൃശ്ശൂർ കലാഭവന്റെ ഒരു ഇതുണ്ട്, ആദിലത്തു, അങ്ങനെ പ്രമുഖരായി നിൽക്കുന്ന ഒരുപാട് കലാരംഗത്ത് നിൽക്കുന്ന ആളുകൾ പട്ടികയിൽ കേരളത്തിലെ അതിപ്രശസ്തരായ 10ഓളം ഗായകരുള്ള ഒരു വേദിയാണ് നമ്മൾ ഒരുക്കുന്നത്. വേദിയുടെ പണിപ്പുരയിലാണ് നമ്മുടെ പ്രവർത്തകരൊക്കെ ടി എ ജലാൽ അതിൻ്റെ മിനുക്കുപണിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ട്രോഫിയുടെ കാര്യങ്ങളൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നു. സജീവമായ ഒരു സാന്നിധ്യമാണ് പ്രവർത്തകർ ഭാഗത്തുള്ളത്. ഫുട്ബോളും അതുപോലെ എല്ലാ മേഖലയിലും എല്ലാ രംഗത്തും നിൽക്കുന്ന പ്രവർത്തകരൊക്കെ ഈ പരിപാടിയുമായി സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. കൂടുതൽ ആളുകളുടെ എല്ലാ സന്നദ്ധ സംഘടനയുടെ, രാഷ്ട്രീയ പാർട്ടിയുടെ, പൊതുജനങ്ങളുടെ സഹകരണമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഇനിയുമുള്ള ദിവസങ്ങളിൽ സജീവമായ സഹകരണമാണ് ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി എല്ലാവരും സഹായിക്കണം. വിദേശത്തും പുറത്തുമുള്ള ആളുകളുടെ എല്ലാവരുടെയും സഹായം കൂടി നിങ്ങൾ അപേക്ഷിക്കുകയാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. എപ്പോഴാണ് അടുത്ത ഗെറ്റ് ടുഗദർ മുഗ്രാൽ ഓൺലൈനിൽ? അടുത്ത ഗെറ്റ് ടുഗദറിൻ്റെ ഒരു ബ്ലോഗ് ഞാൻ അവിടെ mughral.online.com ഇട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി മുഗ്രാൽ നാട്ടുകാരായ എല്ലാ ആൾക്കാരും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് അവർക്ക് വിട്ടിന് അവർ ഡേറ്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മളോട് പറയും. ഡേറ്റ് തീരുമാനിച്ചിട്ടില്ല? ഇല്ല, ഡേറ്റ് തീരുമാനിക്കുന്നത് അവിടുത്തെ മെമ്പേഴ്സാണ്, നമ്മളല്ല. കഴിഞ്ഞ വർഷത്തേക്കാൾ വളരെ വിപുലമായിട്ടാണ്. കഴിഞ്ഞ പ്രാവശ്യം എന്ന് വെച്ചാൽ ഞങ്ങൾ ഒരാഴ്ച കൊണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 75 മെമ്പേഴ്സ് അവർ സ്വന്തം ചെലവിൽ പാർക്കിൻ്റെ ഉള്ളിലേക്ക് ടിക്കറ്റ് എടുത്തിട്ട് വന്നതാണ്. ഇപ്രാവശ്യം ഇൻഷാ അല്ലാഹ് കുറച്ച് നന്നായിട്ട് നല്ല രീതിയിൽ വെക്കണമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ഈ മെമ്പേഴ്സ് കംപ്ലീറ്റ് ഞങ്ങളോട് നല്ലോണം സഹകരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്രാവശ്യം നല്ലൊരു വിപുലമായി തന്നെ അത് കൊണ്ടാടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഏകദേശം എത്ര ആൾക്കാരാണ് പ്രതീക്ഷിക്കുക? ഇപ്രാവശ്യം ചുരുങ്ങിയത് 150 ആൾക്കാരെങ്കിലും ഉണ്ടാവും, ഉറപ്പാണ്. എന്നാണ് തിരിച്ചു പോകുന്നത് ബൈക്ക്? ഞാൻ 30-ാം തീയതി തിരിച്ചു പോകും ഇൻഷാ അല്ലാഹ്. അതിന് ശേഷം അതിൻ്റെ ഓൾറെഡി ഫിക്സ് ആയതിന് ഡേറ്റ് അവരെന്നെ തീരുമാനിച്ചിട്ട് നമ്മളോട് പറയലാണ്. പിന്നെ നമ്മളെല്ലാവരും സഹകരിക്കും. ഇവിടുത്തെ ഓരോ മെമ്പേഴ്സും അതിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. ഏതായാലും എല്ലാ ഭാവങ്ങളും താങ്ക് യു വെരി മച്ച്.